കേന്ദ്ര മന്ത്രിസഭയിലെ ശക്തിയായ സ്ത്രീ സാന്നിധ്യം ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ശക്തരായ വനിതാ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ. പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 സ്ത്രീകളുടെ ഫോർബ് ലിസ്റ്റിൽ ഇടം നേടിയ നിർമ്മല സീതാരാമനെ പറ്റിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ മുഴുവൻ സമയവും ധനമന്ത്രിയായ ആദ്യ വനിത എന്ന റെക്കോർഡ് നേടിയ സ്ത്രീരത്നം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചതോടെ രാജ്യത്ത് കൂടുതൽ തവണ തുടർച്ചയായി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും അവരുടെ പേരിലായി. എന്നിരുന്നാലും എതിർപ്പുകളുടെയും വിമർശകരുടെയും നടുവിലാണ് നിർമ്മലയുടെ ജീവിതം. പ്രധാന വിമർശകൻ തന്റെ ഭർത്താവ് തന്നെയാണ്. തനിക്കൊപ്പം തന്നെ മോദിയെയും അദ്ദേഹം വിമർശിക്കുകയായിരുന്നു. BJPക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ആ ദമ്പതികൾക്കിടയിൽ വിള്ളൽ ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു നിർമ്മല സീതാരാമന്റെയും പ്രഭാകറിന്റെയും ജീവിതയാത്ര? 1980കളുടെ തുടക്കത്തിൽ ഡൽഹി JNUവിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാനായി എത്തിയതായിരുന്നു തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നുള്ള നിർമ്മല സീതാരാമൻ എന്ന അയ്യങ്കാർ പെൺകുട്ടി. റെയിൽവേ ഉദ്യോഗസ്ഥനായ നാരായണൻ സീതാരാമന്റെയും സാവിത്രിയുടെയും മകൾ. അതേ സമയത്ത് തന്നെയായിരുന്നു ആന്ധ്രയിലെ തെലുങ്കു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ള പ്രഭാകറും അവിടെ എത്തുന്നത്. ആന്ധ്രയിൽ കുറെ തവണ മന്ത്രിയായിരുന്ന പറകാല ശേഷാവതാരത്തിന്റെയും MLA ആയിരുന്ന പറകാല കലിംഗാമ്പയുടെയും മകൻ. എങ്കിലും രാഷ്ട്രീയത്തിൽ മാതാപിതാക്കളുടെ പാത പിന്തുടരാൻ താല്പര്യമില്ലാതെ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാനായാണ് അദ്ദേഹവും എത്തിയത്. സ്വതന്ത്ര ചിന്താഗതിയുടെയും അഭിപ്രായങ്ങളുടെയും വലിയ കവാടങ്ങളാണ് JNU ക്യാമ്പസ് ഇരുവർക്കു മുന്നിൽ തുറന്നിട്ടത്. വാക്കേറ്റം വരെ എത്തുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കും അവസരം നൽകിയത് JNU ആണ്. ക്യാമ്പസിലെ ഫ്രീ തിങ്കേഴ്സ് എന്ന ഫോറത്തിൽ ഇരുവരും അംഗങ്ങളുമായി. അവിടെ വെച്ച് അവർ തമ്മിൽ അടുത്തു. അധികം താമസിയാതെ വിവാഹവും കഴിച്ചു. നിർമ്മല PhD ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് പറകാലയ്ക്ക് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ PhD ചെയ്യാൻ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇതോടെ ഇരുവരും ലണ്ടനിലേക്ക് മാറി. ഭർത്താവ് പഠനവുമായി തിരക്കിലായപ്പോൾ നിർമ്മല പല ജോലികളും ചെയ്തു. അധികം വൈകാതെ പ്രഭാകറും നിർമ്മലയും തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു. ഒരു മാർക്കറ്റിംഗ് റിസർച്ച് ഏജൻസി തുടങ്ങി. ഒപ്പം പാവപ്പെട്ട കുട്ടികൾക്കായുള്ള പ്രണവ എന്ന സ്കൂളും. പറകാലയാണ് ആദ്യം രാഷ്ട്രീയത്തിലെത്തുന്നത്. ആദ്യം കോൺഗ്രസിലായിരുന്നു, പിന്നീട് BJPയിൽ ചേർന്നെങ്കിലും അധികം വൈകാതെ ചിരഞ്ജീവിയോടൊപ്പം പ്രജാരാജ്യം പാർട്ടി ഉണ്ടാക്കി. കുറച്ചു നാളുകൾക്ക് ശേഷം അതും വിട്ട് തെലുങ്ക് ദേശത്തിനോടൊപ്പം ചേർന്നു. കാലക്രമേണ ആ പാർട്ടിയിൽ നിന്നും അകന്നു. 2014 മുതൽ ആന്ധ്ര സർക്കാരിൽ ആശയവിനിമയ ഉപദേഷ്ടാവായിരുന്നു പ്രഭാകർ. 2018 ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. 2006 നിർമ്മല BJPയിൽ ചേർന്നത്. അധികം വൈകാതെ പാർട്ടി വക്താവായി. ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കുന്ന, ഹിന്ദിയിൽ അത്ര പ്രാവീണ്യമില്ലാത്ത ഒരു വക്താവിനെ കൊണ്ടുവന്നപ്പോൾ അത് BJPയുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് പലരും പറഞ്ഞു. കരുതിയതുപോലെ നല്ല പ്രവർത്തനം തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. പല വിഷയങ്ങളിലും അവർ പാർട്ടിക്ക് വേണ്ടി അഗ്നി പോലെ ജ്വലിച്ചു നിന്നു. 2014 മോദി മന്ത്രിസഭയിൽ ഇടം നേടുന്നത്. ആദ്യം വാണിജ്യ മന്ത്രിയായിരുന്നു. 2017 പ്രതിരോധ മന്ത്രിയും. 2019 മോദി മന്ത്രിസഭ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ നിർമ്മലയെയാണ് ധനമന്ത്രിയാക്കിയത്. എന്നാൽ പറകാല നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനാണ്. തന്റെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും വ്യക്തമായി ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുന്ന ആളാണ്. നിർമ്മല സീതാരാമൻ ധനമന്ത്രി ആയപ്പോൾ തന്നെയാണ് പറകാല കേന്ദ്ര മന്ത്രിസഭയെ നിരന്തരം വിമർശിച്ചത്. രാജ്യം സാമ്പത്തിക സ്ഥിതിയിൽ പിന്നോക്കം പോവുകയാണെന്നും രാജ്യത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുന്നതിനായി നരസിംഹറാവുവും മൻമോഹൻ സിംഗും മുന്നോട്ട് വെച്ച സാമ്പത്തിക മാതൃകകൾ പിന്തുടരണമെന്നും ഒരിക്കൽ അദ്ദേഹം മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും അദ്ദേഹം BJPയെ കടന്നാക്രമിച്ചു. മോദി കഴിവില്ലാത്തയാളാണെന്നും മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ പിന്നീട് ഒരു തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവില്ലെന്നും പറകാല പറഞ്ഞിട്ടുണ്ട്. നിർമ്മലയെ വിമർശിക്കാൻ പോലും പറകാല പലപ്പോഴും മടിച്ചിരുന്നില്ല. ഒരു തവണ ബജറ്റ് അവതരണത്തിന് ശേഷം അദ്ദേഹം നിർമ്മലയെ നിശിതമായി തന്നെ വിമർശിച്ചു. അപ്പോഴും നിർവികാരമായി മൗനം പാലിക്കുകയാണ് നിർമ്മല ചെയ്തത്. വ്യത്യസ്ത ആശയങ്ങളും രാഷ്ട്രീയവും പിന്തുടരുമ്പോഴും അവരുടെ ബന്ധം നാൾക്കുനാൾ ദൃഢമാവുന്നതിന്റെയും അതിന്റെ പക്വതയുടെയും സൂചനയാണ് ആ മൗനമെന്ന് ചിലർ പറഞ്ഞു. എന്നാൽ നിർമ്മലയും പറകാലയും എന്നോ അകന്നുവെന്നും ഇപ്പോൾ ലോകത്തിന് മുന്നിൽ മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി തുടരുന്നതാണെന്നും വാദങ്ങളുണ്ടായി. വിമർശനങ്ങളോട് പൊരുതി 7 ബജറ്റുകളാണ് നിർമ്മല അവതരിപ്പിച്ചത്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചതും ഇവർ തന്നെയാണ്. 2020-21 2 മണിക്കൂർ 40 മിനിറ്റാണ് ആ ബജറ്റിന്റെ ദൈർഘ്യം. ബജറ്റ് അവതരണത്തിലും വിമർശനങ്ങൾ നേരിടുമ്പോഴും നിശബ്ദമായി തന്നെ എല്ലാത്തിനെയും നേരിടാൻ നിർമ്മലയ്ക്ക് കഴിയുന്നുണ്ട്.